ഇപ്പോൾ ഡബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനാകാത്തൊരു വിയോഗം കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള മലയാള സിനിമയിലെ ഈ ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധിയായിട്ടുള്ള മുതിർന്ന താരങ്ങൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അവരുടെ പട്ടികയിൽ എല്ലായ്പ്പോഴും നമ്മൾ മലയാളത്തിൻ്റെ അമ്മ എന്ന് വിളിപ്പേരുള്ള, അല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെ എല്ലായ്പ്പോഴും നമ്മൾ ആ വാത്സല്യം അനുഭവിച്ചിട്ടുണ്ട് നിരവധി തവണ. ഞങ്ങളൊക്കെയും ഓൺ സ്ക്രീനിൽ അവരുടെ കഥാപാത്രങ്ങൾക്കൊപ്പം താങ്കളടക്കമുള്ള സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിപരമായും ആ നിലയ്ക്കുള്ള ബന്ധം എങ്ങനെ അനുസ്മരിക്കുന്നു? അതിങ്ങനെ നമുക്ക് ഈ ഒരു അവസരത്തിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് പൊന്നമ്മയും ലളിത ചേച്ചിയും സുകുമാരി അമ്മയും ഒക്കെ ഇവര് 3 പേരുമായിട്ട് എനിക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അപ്പം അവരോടൊപ്പം തന്നെ പൊന്നമ്മയും പോയി. മദ്രാസ് മുതൽ തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് താമസമായതിനു ശേഷം ഒരുമിച്ച് ഫ്ലൈറ്റിലോ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒന്നിച്ചൊക്കെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിനെ പൊന്നമ്മ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉറക്കുമായിരുന്നു. അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ചേച്ചി പൊന്നമ്മ കേരളത്തിൽ താമസമായതിനു ശേഷം ലളിത ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ മിക്കവാറും കാണാറുണ്ടായിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് കൂടും. ഞാൻ ഇവിടുന്ന് ആലുവ വഴി എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ അവിടെ കയറും, കുറേ നേരം അവിടെ ഇരിക്കും, സംസാരിക്കും. വളരെ സന്തോഷമായിരുന്നു. കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് 1-2 വർഷം കോവിഡ് കാലഘട്ടത്തിൽ കാണാതായപ്പോൾ നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ, എപ്പോഴാ ഇനി ഇതുവഴി പോകുക, ഗുരുവായൂരൊക്കെ പോവാറില്ലേ, ഇപ്പൊ പോകുമ്പോ ഇങ്ങോട്ട് വരണേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ പോയി കണ്ടു. അധികം ആരെയും അങ്ങനെ തിരിച്ചറിയുന്നില്ല എന്നിങ്ങനെ ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു, ഇത് ആരാണെന്ന് മനസ്സിലായോ? എനിക്കെന്താ മനസ്സിലാവാത്ത, ഭാഗ്യലക്ഷ്മി അല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൈയെ പിടിച്ച് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഒരുപാട് സങ്കടം, ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ദുഃഖം പൂർണ്ണമായും മനസ്സിലാക്കുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. നന്ദി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആ പ്രിയ താരത്തിനെ അനുസ്മരിച്ചതിന്.